പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 21, 22 നമ്പറുകളിൽ വരുന്ന ഒരു ആയത്താണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഈ 2 ആയത്തുകളിൽ അള്ളാഹു ആരാണ് എന്ന്, റബ്ബ് ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങളാണ് പടച്ചവൻ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 5 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹു ഇവിടെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. ആരാണ് ആ റബ്ബ് എന്ന് തുടർച്ചയായിട്ട് അള്ളാഹു പറയാണ്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അവൻ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാകുന്നു റബ്ബ് എന്ന് അള്ളാഹു ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ കേൾപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്ത് ഏകദേശം 800 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. ഇതിനു മുമ്പ് എത്രയോ 800 കോടി ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് എത്രയോ 800 കോടിയിലധികം ജനങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നതും മുമ്പ് ജീവിച്ചിട്ടുള്ളതും ഇനി ജീവിക്കാൻ പോകുന്നതുമായ പരകോടി ജനങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരാളും അഥവാ ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ച് ഇന്ന് വരെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരികയും ഇല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാകുന്നു. മനുഷ്യന്റെ ശരീരം കോടാനുകോടി DNA-യിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, ഈ കോടിക്കണക്കിന് DNA-യിൽ ഒരു DNA-യുടെ രാസസൂത്രം എഴുതാൻ വേണ്ടി 200 പേജുള്ള 1000 പുസ്തകങ്ങൾ വേണമെന്ന്. ഒരു DNA-യുടെ രാസസൂത്രം എഴുതാൻ വേണ്ടിയിട്ട് പോലും 200 പേജുള്ള 1000 പുസ്തകങ്ങൾ വേണം. അപ്പൊ ഈ കോടിക്കണക്കിനായ മനുഷ്യ ശരീരത്തിലെ ഈ DNA-കളെ കുറിച്ചുള്ള ഈ രാസസൂത്രങ്ങൾ എഴുതി പൂർത്തിയാക്കണമെങ്കിൽ 200 പേജുള്ള എത്രയോ പുസ്തകങ്ങൾ വേണം സഹോദരന്മാരെ. അത്രയും അത്ഭുതകരമാകുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. കുറെയൊക്കെ നിങ്ങൾ കേട്ടും ചിലതൊക്കെ മനഃപ്പാഠം ഉള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയാണ്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, മനുഷ്യരെന്താണ് ആലോചിക്കാത്തത്? അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ബീജഗണത്തിൽ നിന്നാകുന്നു. അത്ഭുതകരമായ മനുഷ്യന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ബീജഗണത്തിൽ നിന്നാകുന്നു അള്ളാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, സങ്കലിതമായ ബീജത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഫജഅൽനാഹു സമീഅൻ ബസീറാ, അള്ളാഹു മനുഷ്യന് കേൾക്കാനുള്ള ചെവി നൽകുകയും കാണാനുള്ള കണ്ണ് നൽകുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഇവിടെ എടുത്തു പറയുകയാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു മനുഷ്യന്റെ ചെവി എന്ന് പറയുന്നത്. അള്ളാഹു മനുഷ്യന്റെ ആ സൃഷ്ടിപ്പിന്റെ നമ്മുടെ എല്ലാവരുടെയും ദയനീയമായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ആ അവസ്ഥയെ പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം ചിത്രീകരിക്കുന്നു: അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് അഥവാ ഗർഭപാത്രങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നതല്ല, മറിച്ച് ഖുർആൻ പറയുന്നത് അഖ്റജക്കും, അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ മുമ്പത്തെ അവസ്ഥ. നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് നമ്മൾ പ്രസവിച്ച് വീണ ആ ദിവസത്തിൽ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇന്ന് നാം ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അധ്യാപകനായിരിക്കാം, ശാസ്ത്രജ്ഞനായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു കരയാനല്ലാതെ. എന്നിട്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹം പടച്ചവനത് എടുത്തു പറയുന്നു. ആദ്യമായി പടച്ചവൻ ചെയ്ത പണി, നിങ്ങൾക്ക് ചുറ്റുപാടിൽ നിന്ന് അറിവ് ശേഖരിക്കാൻ വേണ്ടി അതിസങ്കീർണമായിട്ടുള്ള ചെവിയെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു. വൽ അബ്സാര, പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകൾ കാണാനും പഠിക്കാനും പകർത്താനും അത്ഭുതകരമായിട്ടുള്ള കണ്ണുകൾ അള്ളാഹു നിനക്ക് നൽകി. വൽ അഫീദത്ത, ഹൃദയങ്ങളും നൽകി, മനസ്സും നൽകി. ഇതൊക്കെ എന്തിനാ നൽകിയെന്നറിയോ? അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അഹങ്കരിക്കാനല്ല, ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാൻ. അതുകൊണ്ട് മനുഷ്യരായ നമ്മോട് നമ്മുടെ ആ പണ്ടത്തെ അവസ്ഥ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എത്ര അത്ഭുതകരമാണ് മനുഷ്യന്റെ ചെവി എന്നറിയാമോ? വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ് മനുഷ്യന്റെ ചെവി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചെവിയിൽ നിന്ന് ശബ്ദ തരംഗങ്ങളുമായി തലച്ചോറിലേക്ക് പോകുന്ന 35,000-ഓളം വരുന്ന ഓഡിറ്ററി നെർവുകളുണ്ട് എന്ന് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നു. ഈ 35,000-ത്തിലധികം ഓഡിറ്ററി നെർവ്സ് പോകുന്നത് ഒരു പാനയുടെ റീഫില്ലിനോളം വ്യാസമുള്ള ഭാഗത്ത് കൂടെയാണ്. നമ്മൾ കണ്ടിരുന്നു റോട്ടിലൊക്കെ ടെലിഫോണിന്റെ കേബിളൊക്കെ കിടക്കുന്നത് 1 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിലൂടെ പോകുന്നത് ഏകദേശം 100ഓളം വരുന്ന വയറുകളാണ്. ഇത് ഒരു പാനയുടെ റീഫില്ലിനോളത്ര വ്യാസമുള്ള ഒരു ഭാഗത്തു കൂടെ തലച്ചോറിലേക്ക് ശബ്ദ തരംഗങ്ങളുമായി പോകുന്നത് 35,000-ൽ പരം ഓഡിറ്ററി നെർവ്സ് അല്ലെങ്കിൽ ഫൈബർ നെർവ്സുകളാണ്. അതിലെങ്ങാനും കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്കൊന്നും കേൾക്കില്ല. നമ്മൾ കേൾക്കുന്നതിലൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിച്ചു. നിങ്ങൾക്കറിയാമോ, അതിലൊക്കെ വൈകല്യമുള്ള ആളുകൾ, കുട്ടികൾ, അവർക്ക് സ്പീച്ച് തെറാപ്പി നടത്തുന്നു. ടൗണുകളിലൊക്കെ പോയിട്ട് 1 മണിക്കൂർ സ്പീച്ച് തെറാപ്പി നടത്താൻ പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള അധ്യാപകരെ നിങ്ങൾ ആ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ 1 മണിക്കൂറിന് ഒരു ഭീമമായ തുകയാണ് വാങ്ങുന്നത്. എന്തിനാണ്? സംസാരിക്കാൻ, പഠിപ്പിക്കാൻ. സംസാരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടികളെ നമ്മൾ ആ അധ്യാപകന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. കാരണം അവന്റെ ചെവികളുടെ നെർവ്സിന് ഡിഫക്റ്റ് ഉണ്ട്. ഇവിടെ അള്ളാഹു ചെയ്ത അനുഗ്രഹം നമുക്കവൻ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെവി നൽകി. അപ്പൊ ചുരുക്കത്തിൽ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ വന്ന് വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നീ ഓതുക. സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നീ ഓതുക എന്ന് പറയുന്ന ആ ആദ്യത്തെ വാചകമാണ് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനം. അവിടെയും സൃഷ്ടിപ്പ് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിസങ്കീർണമായിട്ടുള്ള ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഈ ബീജം എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാകുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിലൂടെ അള്ളാഹു മനുഷ്യനെ വിളിച്ചു പറയുന്നുണ്ട്, അഫറഅയ്തും മാ തംനൂൻ, മനുഷ്യരെ നിങ്ങൾ ശ്രവിക്കുന്ന ബീജഗണങ്ങളെ കുറിച്ച്
നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ? അത്ഭുതകരമായ സങ്കീർണമായ ഈ ബീജം നിങ്ങളാണോ ഡിസൈൻ ചെയ്തത്, അതോ ഞാനാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഒന്നും മനുഷ്യൻ ഈ ലോകത്ത് യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഗോതമ്പ് മണിയോ ഒരു നെൽവിത്തോ ഒരു കടുകിന്റെ വിത്തോ ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനും ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അറൂനി മാദാ ഖലഖൂ മിനൽ അർളി, ഈ ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിച്ചത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ എന്ന് അള്ളാഹു അവകാശപ്പെടുകയാണ്. അതുപോലെ തന്നെ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഈ മനുഷ്യർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യരെല്ലാം തന്നെ സൃഷ്ടികളാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് 14 നൂറ്റാണ്ട് മുമ്പ്, 1444 വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും എഴുതാൻ അറിയില്ല, ഒന്നും വായിക്കാൻ അറിയില്ല. ഒരാൾ എഴുതിയ പുസ്തകവും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിച്ചിട്ടില്ല. ഒരു വിദ്യാലയത്തിന്റെ പടി കണ്ടിട്ടില്ലാത്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായ വചനം സൂറത്തു സുമറിന്റെ 6-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതിൽ അള്ളാഹു പറയുകയാണ്, യഖ്ലുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, അവൻ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിനുള്ളിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നു. ഹൽകം മിൻ ബഅദി ഹൽകിൻ, സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ, ഫീ ദുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടിന്റെ അറകളിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ അള്ളാഹു മാതാവിന്റെ ഗർഭാശയത്തിൽ സൃഷ്ടിക്കുന്നുവെന്ന് ഒരു പനയുടെ ഉയരത്തിൽ മാത്രം മാക്സിമം പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് പനി നോക്കാൻ ഒരു തെർമോമീറ്റർ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് അന്ന് റസൂല് പറഞ്ഞു, ഒരു മാതാവിന്റെ ഗർഭാശയത്തിനുള്ളിൽ ഒരു കുട്ടി വളർന്നു വരുന്നത് 3 ഇരുട്ടുകളുടെ ഉള്ളിലാണെന്നും. ഇന്ന് ആധുനിക കാലത്ത് ശാസ്ത്രജ്ഞന്മാര് വളരെ കൃത്യമായി ഈ 3 ഇരുട്ടുകൾ അഥവാ 3 ലെയേഴ്സ്, 3 പാളികളെ അവര് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അമ്നിയോൺ, കോറിയോൺ, ഡെസിഡ എന്ന് പറയുന്ന 3 തരത്തിലുള്ള വ്യത്യസ്തമായ പാളികൾക്കുള്ളിലാണ് ഒരു ഗർഭസ്ഥ ശിശു വളർന്നു വരുന്നത് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇതറിയാം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഓതിവച്ച ആയത്തിൽ അള്ളാഹുവിടെ ആദ്യമായിട്ട് പറഞ്ഞത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഓതിവെച്ച ആയത്തിലെ 1-ാമത്തെ വിഷയം. 5 കാര്യങ്ങളാണ് അതിൽ പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയുണ്ടായി. അപ്പൊ അള്ളാഹു മനുഷ്യനെ വിളിച്ചുണർത്തി ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക ബി റബ്ബിക്കൽ കരീം, മാന്യനായ നിന്റെ റബ്ബിനെ മറന്നുകൊണ്ട് നീ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്? അല്ലദീ ഖലഖക, അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക, നിന്നെ കുറ്റമറ്റ രീതിയിൽ സൃഷ്ടിച്ചത് അല്ലാഹുവല്ലേ. ഫഅദലക, നിന്നെ പൂർണ്ണമായ രീതിയിൽ സൃഷ്ടിച്ചത് അല്ലാഹുവല്ലേ. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക, നീ ഉദ്ദേശിച്ച പോലെയല്ല, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉദ്ദേശിച്ച പോലെയല്ല, നിന്നെ പരിചരിക്കുന്ന നേഴ്സ് ഉദ്ദേശിച്ച പോലെയല്ല. പിന്നെയോ ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക, നിന്റെ രക്ഷിതാവ് നീ എങ്ങനെ ഉണ്ടാകണമെന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതുപോലെയാണ് നമ്മൾ ഗർഭാശയത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ടു വരുന്നതെന്ന് അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും പരിചരിക്കുന്ന നഴ്സിനും യാതൊരു റോളുമില്ല. അള്ളാഹു എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അതുപോലെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ വിശിഷ്ടമായിട്ടുള്ള നാമങ്ങൾ. ആ നാമങ്ങളിൽ ഒരു നാമമാണ് മുസവ്വിർ. മുസവ്വിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? രൂപപ്പെടുത്തുന്നവൻ എന്നാണ്. രൂപപ്പെടുത്തുന്നവൻ. ഇത് സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. യുസവ്വിറുക്കും ഫിൽ അർഹാമി, ഗർഭാശയങ്ങളിൽ അവൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നു. കൈഫ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ്
ഈ പ്രകൃതിയിലെ എല്ലാ ആളുകളും അവരുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരുന്നതെന്ന് അതിൽ നമ്മൾക്ക് യാതൊരു റോളുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയതയാകുന്നത്? അതെങ്ങനെയാണ് മുസ്ലിങ്ങളോട് മാത്രമാകുന്നത്? ഇല്ല, മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് പടച്ചവൻ പറയുന്ന വാക്കാണത്. അപ്പൊ അതാണ് ഒരു കാര്യം കേട്ടോ. രണ്ടാമത്തെ സംഭവം ഈ ഖുർആനിൽ പറഞ്ഞത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിസ്തൃതമാക്കി തന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഭൂമിയെ വിസ്തൃതമാക്കി തന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഇനി നിങ്ങളൊക്കെ ഈ വിശാലമായി കിടക്കുന്ന ഈ ഭൂമി 45,055 കിലോമീറ്റർ 45,055 കിലോമീറ്റർ ചുറ്റളവും 17,000 ചില്ലാനം കിലോമീറ്റർ വ്യാസവുമുള്ള ഈ ഭൂമി, വലിയ ഭൂമി, ആ ഭൂമിയെ വിസ്തൃതമാക്കിയതിൽ ഒരാൾക്കും പങ്കില്ല. ഈ ഭൂമിയിലെ ഒരു മണൽത്തരി പോലും ഞാനാണത് സൃഷ്ടിച്ചത് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ട് ഒരാളും ഇന്ന് വരെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളെ വരെ വരികയുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെ ഉടമ അല്ലാഹു ആകുന്നു. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിസ്തൃതമാക്കി തന്നു. പർവ്വതങ്ങൾ നൽകി, വേണ്ട സ്ഥലങ്ങളിൽ നദികൾ നൽകി, സമുദ്രങ്ങൾ നൽകി. അങ്ങനെ സുഗമമായ സഞ്ചാരം അല്ലാഹു ഏർപ്പെടുത്തി. നമ്മളുടെ മിടുക്കൊന്നല്ല സഹോദരന്മാരെ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഖസസിന്റെ 71, 72 നമ്പർ വരുന്ന ആയത്തുകൾ, ഇത് നിങ്ങൾ ജുമ കഴിഞ്ഞാലും സൗകര്യമുള്ളപ്പോ വീട്ടിൽ പോയിട്ട് ഖുർആനിന്റെ തഫ്സീർ എടുത്ത് വെച്ചിട്ട് വായിച്ചു നോക്കി പഠിക്കണം. ഏത്? സൂറത്തുൽ ഖസസിന്റെ 71, 72 ആയത്ത്. എന്താണെന്നറിയോ? ആ 71, 72 ആയത്ത് അത്ഭുതകരമായ ഒരു ആയത്താണത്. ആ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, കുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്, അറഅയ്തും, നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ഇരുട്ട് തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കി. വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിക്കി. ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഇരുട്ട് തന്നെയാണെങ്കിൽ പ്രകാശം കൊണ്ടുവന്ന് തരാൻ ഏത് ഇലാഹിന് കഴിയും? അല്ലാഹു അല്ലാത്ത ആർക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ കഴിയുമെന്ന് അല്ലാഹു ചോദിക്കുന്നു. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ അല്പനേരം കറണ്ട് പോയപ്പോൾ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? നമ്മുടെ പല സെന്ററുകളിലും പല കവലകളിലുമൊക്കെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഫണ്ടിന്റെ സഹായത്തോടുകൂടി വലിയ സോഡിയം വെപ്പോറബിൾ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? MLA-യുടെ ഫണ്ടിൽ നിന്നും ഒരു ചെറിയ സ്ഥലത്തേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി ആ ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തിയത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ എന്തിനാ? ഒരു കുറച്ച് സ്ഥലത്ത് വെളിച്ചം കാണാൻ വേണ്ടി മാത്രം. എന്നിട്ട് നിങ്ങൾ അതിന് പൈസ അടച്ചില്ലെങ്കിൽ ACB-ക്കാർ ഫ്യൂസ് ഊരിക്കൊണ്ടുപോകുന്നു മാത്രമല്ല, പലതും വർക്ക് ചെയ്യുന്നുമില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞെന്തറിയോ? ഈ ഭൂലോകത്ത് ഇരുട്ട് തന്നെയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏത് ഇലാഹിന് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ കഴിയുമെന്ന് പ്രവാചകരെ ചോദിക്കവരോട് എന്ന് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന കത്തുണ്ടല്ലോ, അത് നമുക്ക് വന്നിട്ടുള്ളതാ. നമ്മളത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ അലമാരയിൽ. നമ്മൾ ആരും അതെടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല, മനസ്സിലായതാർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഇനി 72-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണെന്തറിയോ? കുൽ, നബിയെ പറയുക, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് പകൽ തന്നെയാണ് എന്ന് വിചാരിക്കുക. ഇരുട്ടാവണില്ലാന്ന്, പകല് തന്നെയാണെന്ന് വിചാരിക്കുക എങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂൻ, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങാനുള്ള രാത്രി വേണ്ടേ? ഒന്ന് ഉറങ്ങണമെന്ന് രാത്രി വേണ്ടേ? ആ രാത്രി ഒന്ന് കൊണ്ടുവന്ന് തരാൻ അള്ളാഹു അല്ലാത്ത ആർക്ക് കഴിയുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ചോദിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.
ഒന്നാമത്തെ കാര്യം, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. രണ്ടാമത്തെ കാര്യം, വിസ്തൃതമായ ഈ ഭൂമിയെ അള്ളാഹു ജീവജാലങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി സൗകര്യപ്പെടുത്തി തന്നില്ലേ? ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഇല്ലെങ്കിൽ ആ ചെയ്തു തന്ന അള്ളാഹുവിനല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? ന്യായമല്ലേ പ്രിയമുള്ളവരെ ഈ പറഞ്ഞത്? ഇനി മൂന്നാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞത്, ആകാശത്തെ അവൻ സുരക്ഷിതമായ ഒരെടുപ്പാക്കി മാറ്റി. അതിലും ആർക്കും പങ്കില്ല. ആ ആകാശത്തെ സുരക്ഷിതമായ ഒരെടുപ്പാക്കിയതിൽ ആർക്കും പങ്കില്ല. ചില ആളുകൾ ഈ പടച്ചവനോടൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയാണ്. കുറെ അറിവുണ്ടായി കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ അള്ളാഹുവിനോട് ദേഷ്യം, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. റഷ്യക്കാരനായ ഒരാള് പണ്ടൊരു റോക്കറ്റിൽ കുതിച്ചു. എന്തിനാണെന്നറിയോ? ദൈവത്തെ അന്വേഷിച്ച് പോയതാ. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ്, ഞാൻ ദൈവത്തെ പല സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. അങ്ങനെയുണ്ട്. ദൈവത്തെ പല സ്ഥലത്തും മൂപ്പർ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയിൽ കൊള്ളൂല. നമ്മൾ ഈ കാണുന്ന സൂര്യൻ 500 കോടി 500 കോടി കൊല്ലമായി നമുക്ക് ചൂടും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ എന്ന് പറയുന്ന ആ നക്ഷത്രം, അത് എത്ര അകലെന്നറിയോ? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. 15,000 അല്ല, 15 കോടി കിലോമീറ്റർ അകലെയാണത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു പ്രകാശകിരണം ഇങ്ങോട്ട് എത്താൻ 8 മിനിറ്റ് വേണം. അത്രയും അകലെയാണ് ആ സ്ഥിതി ചെയ്യുന്നത്. ഒരാള്, ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയണത്, ഒരാള് 320 കിലോമീറ്റർ സ്പീഡിൽ ഒരു ആധുനിക റോക്കറ്റിന്റെ സ്പീഡ് അതല്ല ഞാൻ പറയാണ്, 320 കിലോമീറ്റർ സ്പീഡിൽ ഒരാള് സൂര്യനിലേക്ക് കുതിച്ചാൽ 55 കൊല്ലം വേണം അവിടെ എത്താൻ. 55 കൊല്ലം വേണം അവിടെ എത്താൻ. അവിടെ എത്തിയാൽ പോരാ, അങ്ങോട്ട് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരാനും 55 കൊല്ലം. അപ്പൊ സൂര്യനിലേക്കൊന്ന് പോയിട്ട് അവിടെ അധികം താമസിക്കാതെ തിരിച്ചു വരാൻ വേണ്ടി 110 കൊല്ലം വേണം ഒരു മനുഷ്യന്. LKGയിൽ പഠിക്കുന്ന കുട്ടി റോക്കറ്റിൽ കയറിയിരുന്നിട്ട് സൂര്യനിലേക്ക് പോയാൽ അവിടെ എത്തിയിട്ട് അയാൾ തിരിച്ചു വരുമ്പോ പടുകിഴവനായിട്ടുണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും അകലെ കിടക്കുന്ന ഒരു നക്ഷത്രമാണ്, ഏറ്റവും അടുത്തുള്ള ഒരു സംഗതിയാണ് ഞാനിപ്പോ പറഞ്ഞതിട്ടാ. ഇതൊക്കെ മനസ്സിലാക്കാതെ ആളുകൾ പടച്ചവനോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ പറയാണ്, ഞാൻ ഇങ്ങനെ പല സ്ഥലത്തും ദൈവത്തിനെ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇതൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഈ ആകാശം, അതിന്റെ സൃഷ്ടിപ്പിൽ ആർക്കും പങ്കില്ല. അള്ളാഹു പറയുന്നു, വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി. ഖുർആനിലെ ഇതിങ്ങനെ പരന്ന് കിടക്കാണ്. വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി. നക്ഷത്രങ്ങൾ അവന്റെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടതത്രേന്നു എന്ന് പറഞ്ഞാൽ, ആ നക്ഷത്രങ്ങളെല്ലാം ഒരു കൃത്യമായ സ്പീഡിലാണ്, താളത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സഞ്ചാരത്തിൻ്റെ ആ സ്പീഡിനെ നിയന്ത്രിക്കാൻ ഭൂമിയിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിചാരിച്ചാലും സാധ്യമല്ല. കൃത്യമായ ദൂരത്തിൽ കൂട്ടിമുട്ടാതെ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ചില ആൾക്കാര് സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, നക്ഷത്രങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെയും വെളിച്ചത്തെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്കെല്ലാം ഹിദായത്താണ് ഈ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യകുലത്തോട് പറയുന്നു, വമിന്നായാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കണം. വേറെ ഏതും പഠിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരാളുടെ മനസ്സ് ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെ ആയിരിക്കും. എന്തൊരു ഉപമയാണെന്ന് നോക്കിയേ. ആളുകൾ താമസിക്കാത്തൊരു വീട് കുറെ നാൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതുപോലെ ആയിരിക്കും ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരാളുടെ മനസ്സ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് നമ്മളെടുത്ത് ഓതുക. ഇന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. മൊബൈലുണ്ട്, സൗകര്യങ്ങളുണ്ട്, അല്ലാതെയും ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്
ഏകദേശം 30,000 ദിവസമാണ് നമ്മുടെ ആയുസ്. 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളുടെ ആയുസ് 30,000 ദിവസമാണ്. ഈ പള്ളിക്കകത്തിരിക്കുന്ന ആളുകളുടെ എത്രയോ ആയിരക്കണക്കിന് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ട് ഇനി അവശേഷിക്കുന്നത് 1000 ദിവസങ്ങൾ മാത്രമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഒന്നും ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം മനുഷ്യർ ചിലർ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്നു. അവരോട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു സൂര്യനും ചന്ദ്രനും രാവും പകലും. അതുകൊണ്ട് മനുഷ്യരെ, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നമിക്കരുത്, ആരാധിക്കരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അവയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ സോളാർ പാനലുകളൊക്കെ തല്ലി തകർത്ത ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരോടൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അതൊന്നുമല്ല. അള്ളാഹു എന്ന് പറയുന്നത് അതൊന്നുമല്ല. അവയെയൊക്കെ സൃഷ്ടിച്ചതാരാണോ അവനാകുന്നു അള്ളാഹു. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 4ാമത്തെ കാര്യം അല്ലാഹു ഇവിടെ പറഞ്ഞത്, വഅൻസല മിനസ്സമാഇ മാഅ, അല്ലാഹു ഉപരിലോകത്ത് നിന്ന് വെള്ളമിറക്കി. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലും ആർക്കും പങ്കില്ല. 4ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞെന്താ? വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളമിറക്കി. ഒരു തുള്ളി വെള്ളം കാർമേഘത്തിൽ നിന്ന് ഇറക്കിയതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ആലോചിക്കുകയെ. വെള്ളത്തിൻ്റെ ഘടകങ്ങൾ നമുക്കറിയില്ലേ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ആ വെള്ളത്തിൻ്റെ ഘടകങ്ങൾ നമുക്കറിയാം. ഞാനിത് പറയുമ്പോൾ കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കുന്നതിനെ മറക്കുന്നില്ല. അത് ദുബായിൽ നടക്കുന്നുണ്ട്, ഈജിപ്തിലുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിലുണ്ട്. അതിൻ്റെ പേരാണ് ക്ലൗഡ് സീഡിങ്, റെയിൻ സീഡിങ് എന്നൊക്കെ പറയണത്. ഇത് വായിക്കാണ്ടോ അറിയാണ്ടോ അല്ല ഞാനീ പറയണത്. ആ റെയിൻ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്നത് കൊണ്ടുള്ള ദുരിതങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള സയന്റിസ്റ്റുകൾ പറയണത് ഒരു കാരണവശാലും കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ പാടില്ല എന്നാ. കാരണം എന്താ അറിയോ? മഴയൊക്കെ പെയ്യും, പക്ഷേ ആ മഴ പെയ്തു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളെ പിന്നെ നിങ്ങൾ ചികിത്സിക്കാൻ നിൽക്കണം. അതുകൊണ്ട് പടച്ചവൻ നൽകുന്ന ഈ മഴ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ നിങ്ങളുടെ രാസപദാർത്ഥങ്ങൾ, സിൽവർ അയഡൈഡ് പോലെയുള്ള രാസപദാർത്ഥങ്ങൾ വിമാനത്തിന്റെ ചിറകുകൾ ഘടിപ്പിച്ചിട്ട് കാർമേഘങ്ങളിൽ വിതറിയിട്ട് കൃത്രിമമായ മഴ ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങൾ നടത്തണ്ട എന്ന് ബുദ്ധിയുള്ള ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ചുരുക്കത്തിൽ വാൻസല മിനസ്സമാഇ മാഅ, അല്ലാഹു ഉപരിലോകത്ത് നിന്ന് മഴയെ വർഷിപ്പിച്ചു. അപ്പൊ അതിലും ആർക്കും പങ്കില്ല. 5ാമത്തെ കാര്യം, 5 കാര്യമാണ് അതിൽ പറയുന്നത്. 5ാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞത്, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. ആ മഴ എന്തിനാ അല്ലാഹു പെയ്യിപ്പിച്ചെന്നറിയോ? നിങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം കഴിക്കണ്ടേ? അതിനിവിടെ ഫലവർഗ്ഗങ്ങൾ വേണ്ടേ? ധാന്യങ്ങൾ വേണ്ടേ? അതൊക്കെ ആര് തരും? അള്ളാഹു പറയുന്നു, വഅഖ്റജ ബിഹി, ആ മഴ മുഖേന അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു മിനസ്സമറാത്തി, ഫലവർഗ്ഗങ്ങൾ. എന്തിനാ? റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ആഹാരമായിട്ട്. അപ്പൊ ബുദ്ധിയുള്ളവർ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയുന്നു. നമ്മുടെ സൃഷ്ടി, നമ്മുടെ മുൻഗാമികളുടെ സൃഷ്ടി, ഇനി വരാൻ പോകുന്ന ജനങ്ങളുടെ സൃഷ്ടി, ഭൂമിയുടെ സൃഷ്ടി, ആകാശത്തിൻ്റെ സൃഷ്ടി, മഴ വർഷിക്കുന്നത്, ഫലങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ആരെങ്കിലും ഞങ്ങളാണ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ ഫ്രൂട്ടുകളൊക്കെ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയുടെ 21, 22 നമ്പറിൽ വരുന്ന ഈ 2 ആയത്തുകളിലൂടെ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മളെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവനാകുന്നു റബ്ബ്. അപ്പൊ റബ്ബ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഈ പള്ളികളിൽ വരുന്ന ആളുകൾക്ക് കഴിയണം. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ
ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ വിശിഷ്ടമായ ആ ആയത്ത് നമ്മൾ ഓതിയിട്ട് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാചകം, ആ ആയത്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലം എന്നല്ല, ലോകം എന്നല്ല, ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ റബ്ബാകുന്നു അല്ലാഹു. റബ്ബുന്നാസ്, മുസ്ലിങ്ങളുടെ റബ്ബ് എന്നല്ല, റബ്ബുന്നാസ്, മനുഷ്യരുടെ റബ്ബാകുന്നു അല്ലാഹു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു റബ്ബിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ റബ്ബിനെ നമ്മൾക്ക് ഏത് തെരുവിലും ഏത് സദസ്സിലും നമുക്ക് പരിചയപ്പെടുത്താം. ആശയപരമായി ഒരു പഞ്ഞവും നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന, അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ